ഓം മഹേശ്വരി നമഃ. ലളിത സഹസ്രനാമം അർത്ഥം. ഇന്ന് 6 വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. വരികൾ ഏതെല്ലാം എന്ന് നോക്കാം. മുകുന്ദ, മുക്തിനിലയ, മൂലവിഗ്രഹരൂപിണി, ഭാവജ്ഞ, ഭവരോഗാഗ്നി, ഭവചക്രപ്രവർത്തിനി, ഛന്ദസാര, ശാസ്ത്രധാര, മന്ത്രസാര, തലോദരി, ഉദാരകീർത്തി, ഉദ്ധാമവൈഭവ വർണ്ണരൂപിണി, ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി, സർവോപനിഷദുദ്ഗുഷ്ട ശാന്ത്യാതീത കലാത്മിക, ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ, കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർദ്ധ വിഗ്രഹ, കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത, കനകതാടങ്ക ലീലാ വിഗ്രഹധാരിണി, അജാക്ഷയ വിനിർമുക്ത മുഗ്ധശ്രീപ്രസാദിനി, അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. ഇത്രയും വരികളുടെ അർത്ഥമാണ് ഇന്ന് നോക്കുന്നത്. ആദ്യം മുകുന്ദ, മുക്തിനിലയ, മൂലവിഗ്രഹരൂപിണി. മുകുന്ദ, ജീവന്മാർക്ക് മുക്തിയെ കൊടുക്കുന്നവളാണ് ദേവി. മുകുന്ദൻ്റെ രൂപത്തിലുള്ളതും ദേവി തന്നെയാണ്. മുക്തിനിലയ, മോക്ഷങ്ങൾക്ക് നിലയമായവളാണ് ദേവി. സാരോഗ്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, ഇതാണ് മുക്തികൾ. മൂലവിഗ്രഹരൂപിണി, എല്ലാ മൂർത്തികളുടെയും മൂലമായിരിക്കുന്ന രൂപത്തോടു കൂടിയതും ദേവി തന്നെയാണ്. ഭാവജ്ഞ, ഭവരോഗാഗ്നി, ഭവചക്രപ്രവർത്തിനി. ഭാവജ്ഞ, എല്ലാവരുടെയും എല്ലാ ഭാവങ്ങളെയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വിചാരങ്ങളെയും അറിയുന്നവളാണ് ദേവി. ഭവരോഗാഗ്നി, സംസാര ദുഃഖമാകുന്ന രോഗത്തെ നശിപ്പിക്കുന്നവളാണ്. ഏത് തരം അസുഖം, ദുഃഖം എന്തുണ്ടെങ്കിലും ദേവി ഭക്തരാണെങ്കിൽ ദേവി നശിപ്പിക്കുന്നതായിരിക്കും. ഭവചക്രപ്രവർത്തിനി, സംസാര ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവളാണ് ദേവി. ഛന്ദസാര, ശാസ്ത്രസാര, മന്ത്രസാര, തലോദരി. ഛന്ദസാര, എല്ലാ വേദങ്ങളുടെയും സാരമായിരിക്കുന്നവളും ദേവി തന്നെയാണ്. ശാസ്ത്രസാര, വേദങ്ങൾക്ക് സാരമായവളാണ് ദേവി. മന്ത്രസാര, എല്ലാ മന്ത്രങ്ങളുടെയും സാരമറിയുന്നവളാണ് ദേവി. തലോദരി, കരതലം പോലുള്ള കൃശ്യമായും സമമായും ഇരിക്കുന്ന ഉദരത്തോട് കൂടിയവളാണ് ദേവി. ദേവിയുടെ ഉദരത്തിനെ കുറിച്ച് നമ്മൾ മുന്നേ ഒരു നാമത്തിൽ പറഞ്ഞിരുന്നു. അടുത്തത് ഉദാരകീർത്തി, ഉദാമ വൈഭവ വർണ്ണരൂപിണി. ഉദാരകീർത്തി, മഹത്തായ കീർത്തിയോട് കൂടിയവളാണ് ദേവി. ഉദാമ വൈഭവ, അളവില്ലാത്ത വൈഭവത്തോട് കൂടിയവളാണ് ദേവി. അടുത്തത് വർണ്ണരൂപിണി, ആകാരാദി അക്ഷരങ്ങളാൽ അതേ രൂപത്തിൽ, അതായത് ആകാരാദി അക്ഷരങ്ങളുടെ രൂപത്തിൽ വർത്തിക്കുന്നവളാണ് ദേവി. പരമേശ്വരൻ പാണിനിക്ക് 64 അക്ഷരങ്ങൾ ഉപദേശിച്ചുവെന്നും ബ്രഹ്മാവ് അതിനെ 51 ചുരുക്കിയെന്നും ശാസ്ത്രികൾ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അടുത്തത് ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി. ജനനം, മരണം, ജര എന്നിവയാൽ തപിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നവളാണ് ദേവി. സർവോപനിഷദുദ്ഗുഷ്ട ശാന്ത്യാതീത കലാത്മിക. സർവോപനിഷദുൽകൃഷ്ട, എല്ലാ ഉപനിഷത്തുക്കളാലും മുക്തകണ്ഠം ഉദ്ഘോഷിക്കുന്നവളാണ് ദേവി. ശാന്ത്യാതീത കലാത്മിക, ആകാശത്തിലിരിക്കുന്ന കലാസ്വരൂപിണിയായവളാണ് ദേവി. ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ. ഗംഭീര, അഗാധമായ ജ്ഞാനത്തോടു കൂടിയവളും ദേവി തന്നെയാണ്. കൂടാതെ ഗണപതിയുടെ ഭയത്തെ ഇല്ലാതാക്കുന്നവളാണ് ദേവി. ഗഗനാന്തസ്ഥ, ഹൃദയാകാശത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ഗർവിത, ഗർവത്തോടു കൂടിയിരിക്കുന്നതും ദേവി തന്നെയാണ്. ഗാനലോലുപ, ഗാനത്തിൽ അല്ലെങ്കിൽ സംഗീതത്തിൽ താല്പര്യമുള്ളവളാണ് ദേവി. കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർദ്ധ വിഗ്രഹ. കൽപ്പനാരഹിത, അദൃശ്യമായ വാസനകളോട് കൂടിയവളാണ് ദേവി. കാഷ്ട, പരമോന്നത സ്ഥാനത്തിരിക്കുന്നവളാണ് ദേവി. അകാന്ത, പാപത്തിൻ്റെ അതായത് ദുഃഖത്തിൻ്റെ അന്തത്തെ എല്ലാം ഉൾക്കൊള്ളുന്നവളാണ് ദേവി. തൻ്റെ ഭക്തരുടെ ദുഃഖം എന്തായാലും അത് അന്തർഭാഗത്തേക്ക് വലിച്ചെടുക്കുന്നവളാണ് ദേവി. കാന്താർദ്ധ വിഗ്രഹ,
കാന്തൻ ശിവൻ്റെ ദേഹത്തിൻ്റെ പകുതിയായവൾ, അതായത് അർദ്ധനാരീശ്വര രൂപത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അടുത്തത് കാര്യകാരണം നിർമുക്ത കാമകേളി തരംഗിത. കാര്യകാരണം നിർമുക്ത, കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും അതീതയായവളാണ് ദേവി. കാമകേളി തരംഗിത, പരമശിവനുമായുള്ള അതിര് കവിഞ്ഞ സന്തോഷം ഉൾക്കൊള്ളുന്നവളാണ് ദേവി. അടുത്തത് കനൽ കനകതാടങ്ക. കനൽ കനകതാടങ്ക ലീലാ വിഗ്രഹ ധാരിണി. കനൽ കനകതാടങ്ക പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണം കൊണ്ടുള്ള കർണാഭരണങ്ങൾ അണിഞ്ഞവളാണ് ദേവി. ലീലാ വിഗ്രഹധാരിണി, ലീലകൾക്ക് വേണ്ടി വിവിധമായ രൂപങ്ങൾ കൈക്കൊള്ളുന്നവളാണ് ദേവി. അടുത്ത അജാക്ഷയ വിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി. ജനനമില്ലാത്തവളാണ് ദേവി. ക്ഷയ വിനിർമുക്ത, നാശമില്ലാത്തവളാണ് ദേവി. മുഗ്ധ, സുന്ദരിയായവളാണ് ദേവി. ക്ഷിപ്രപ്രസാദിനി, വേഗത്തിൽ പ്രസാദിക്കുന്നവളാണ്. ഭക്തി, അതായത് ദേവിയെ ഉപാസിക്കുന്നവരിൽ, ദേവിയോട് ഭക്തിയുള്ളവരിൽ പെട്ടെന്ന് പ്രസാദിക്കുന്നവളാണ് ദേവി. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അന്തർമുഖ സമാരാധ്യ, സ്വന്തം ആത്മാവിലേക്ക് പ്രാമുഖ്യം കാണിക്കുന്നവർക്ക് എളുപ്പത്തിൽ ആരാധിക്കാൻ കഴിയുന്നവളാണ് ദേവി. അതായത് ദേവി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന ചിന്തയോട് കൂടി ഉപാസിക്കുന്നവർക്ക് പെട്ടെന്ന് ദേവിയെ ആരാധിക്കാൻ കഴിയും. ബഹിർമുഖ സുദുർലഭ, ബഹിർഭാഗത്തേക്ക്, അതായത് ഭൗതിക ലോകത്തിലേക്ക് മുഖം തിരിഞ്ഞിരിക്കുന്നവർക്ക് ദേവിയെ പ്രാപിക്കാൻ അത്ര എളുപ്പമല്ല. കുറച്ച് പ്രയാസമാണ് ഇങ്ങനെയുള്ളവർക്ക് ദേവിയെ പ്രാപിക്കാൻ. ദേവിയെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ദേവിയെ പ്രാപിക്കാൻ പറ്റൂ. അടുത്ത ദിവസം ബാക്കി നാമങ്ങളുമായി വരാം. ഓം മഹേശ്വരിയേ നമഃ.